ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് രീതിയിൽ പോകണമെന്ന ഒരു അച്ചടക്കം ഇല്ലായ്മയും ഒക്കെയാണ് പിന്നീട് അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലങ്ങളായി ഒരു മറ്റ് പ്രവർത്തകരെ പോലെ തന്നെ എനിക്കും മാനസികമായി വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. PV അൻവർ ഇവിടെ ബേപ്പൂരിൽ മത്സരിക്കുന്നു എന്നത് അറിഞ്ഞതിൽ സന്തോഷം. കാരണം ഒരു രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്ന് ഒരു MLA ആയി 10 വർഷം ഭരിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അടുത്ത ഒരു അംഗത്തിന് തയ്യാറായാണ് ഇവിടെ നിൽക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരു സംവിധാനം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പല ദിക്കുന്നായി ആളുകൾ പിരിഞ്ഞു പോകുന്നതായും വാർത്താ സമ്മേളനം വിളിച്ചു പിരിഞ്ഞു പോകുന്നതായും സ്വമേധയാ പിരിഞ്ഞു പോകുന്നതായാണ് കാണാൻ പറ്റുന്നത്. ഗോത്ര എന്ന് പറയുന്ന അതായത് ആദിവാസി ദളിത് വിഭാഗങ്ങൾ കൂടി നിൽക്കുന്ന ഒരു ഗോത്ര സംവിധാനത്തിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ കൂടിയാണ് ഞാൻ. അപ്പോൾ ആ നിലയിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി വന്നത്. എന്നാൽ ഇന്ന് ആ ഒരു പരിഗണന നമ്മൾക്ക് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ആധിപത്യവും കൂടി വരുന്നതായിട്ടുള്ള ഒരു സംവിധാനം ഇതിലുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇനി അങ്ങോട്ടേക്ക് സ്വതന്ത്രമായി നമ്മുടെ രാഷ്ട്രീയമില്ലാതെ നമ്മുടെ സംഘടനാ സംവിധാനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഇന്ന് ഈ പ്രസ് മീറ്റിംഗ് വിളിച്ച് നമ്മൾ സമൂഹത്തിനെ അറിയിക്കണമല്ലോ, ആ രീതിയിലാണ് ഇന്ന് ഇവിടെ പ്രസ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ സംവിധാനം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ തർക്കം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് PV അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കൺവീനറാണെന്ന് ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ CJ ഉണ്ണിയും അവകാശവാദവുമായി വന്നിരിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ കോടതി വക്കിലെത്തി നിൽക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുവരെ നാഷണൽ കമ്മിറ്റിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിലനിൽപ്പ് എത്രത്തോളം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഗോത്രവർഗ വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സംവിധാനത്തിന് തൃണമൂലിൻ്റെ കൂടെ നിൽക്കാൻ ഇപ്പോൾ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ PV അൻവർ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, അതായത് UDFൻ്റെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും തൃണമൂൽ കോൺഗ്രസ് എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ PV അൻവറിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഞാൻ രാജി അറിയിക്കുന്നത്. നമ്മൾ ഒരു കൂട്ടം ജനങ്ങൾ എന്നത് അതിൽ കുറച്ചാൾക്കാർ ശമ്പളക്കാരുണ്ട്, മറ്റ് ചില ആളുകൾ അവരുടെ കാശെടുത്തുകൊണ്ട് പോയി പ്രവർത്തിക്കുന്നവരുണ്ട്. ഇങ്ങനെ അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന ഒരു സംവിധാനത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് എത്തിയിട്ടില്ല. അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി ഒരു ആൾക്കൂട്ടത്തിൽ ഒരാളായി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. PV അൻവർ സ്വന്തം കാര്യം നോക്കിപ്പോയി എന്ന് പറയാൻ ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. സീറ്റുകൾ ഇങ്ങനെ അവർ 2 സീറ്റുണ്ട് 3 സീറ്റുണ്ട് UDFൻ്റെ ഭാഗമായപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു സീറ്റ് എന്നുള്ളത് നമ്മളങ്ങനെ അവർ മാത്രം ബേപ്പൂരിൽ മത്സരിക്കാൻ പോയി അങ്ങനെയല്ല. അതിന് അങ്ങനെ ഒരു ഇത് കാരണത്താലല്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു അച്ചടക്കമോ മര്യാദയോ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. PV അൻവർ TMC രൂപീകരിക്കുന്ന സമയത്ത് നാഷണലിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ചെറിയ രീതിയിലുണ്ടായിരുന്നു. IPAC പോലുള്ള ആളുകൾ ഇവിടെ വന്ന് ഒരു എൻക്വയറി നടത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് പൂർണ്ണമായും പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കൽക്കത്തയിൽ പോയി വന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെയായി മമതയെ കാണാൻ പറ്റിയോ എന്നൊന്നും നമ്മളോട് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. നാഷണൽ കമ്മിറ്റിയുടെ ഒരു പിന്തുണയും ഇവിടെ TMCക്ക്, അത് പ്രത്യേകിച്ചിട്ട് PV അൻവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന TMCക്ക് ഇല്ല. ഒരു പങ്കാളിത്തം അവർ ഇതുവരെ കൊടുത്തിട്ടില്ല. കേരളത്തിൽ JRP രൂപീകരിച്ചത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് രൂപീകരിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ 9ഓളം ദളിത് ആദിവാസികൾ കൂടിയിട്ട്, അതായത് സംഘടനകൾ കൂടി രൂപീകരിച്ച ഒരു സംവിധാനമാണ്.
അതിൽ സി കെ ജാനുവിനെ നമ്മൾ പ്രസിഡൻറ്റ്ഷിപ്പിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ആ പാർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ബത്തേരി കോഴക്കേസിന് ശേഷം സി കെ ജാനു അതായത് ബി ജെ പിയുടെ അംഗത്വം എടുത്ത് ബി ജെ പിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് അവർ ബി ജെ പി ആയി പോവുകയും ചെയ്തത്. ഇപ്പോൾ അവർക്ക് അവിടെ എന്തോ കിട്ടാതെ വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ പറയും. ഇന്ന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഇല്ല കേരളത്തിൽ. അങ്ങനെ ഇല്ലാത്തൊരു പാർട്ടിയിൽ എനിക്ക് ഭാഗമായി നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നീടാണ് ഞാൻ പറഞ്ഞല്ലോ, ഗോത്ര എന്ന് പറഞ്ഞ ഒരു സംഘടന ഇവിടെ ഉണ്ടാക്കി അതിൽ 6 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് TMCയുടെ ഭാഗമായത്. ഒരു കൂട്ടം ആളുകളെ അങ്ങനെ കവിളിപ്പിച്ചു എന്ന് തന്നെ പറയാം നമുക്ക്. അങ്ങനെ നമ്മൾ ഒരു TMC ഇവിടെ ഉണ്ട്, ആ TMCയുടെ ഭാഗമാക്കാം, നാഷണൽ എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ടാകും, സപ്പോർട്ടും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് TMC രൂപീകരിച്ചത്. പിന്നീടത് ഒരു രീതിയിലും ഒരു സപ്പോർട്ടും ഇല്ലാത്ത രീതിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ലേ കരുതേണ്ടത്. എന്തായാലും ബേപ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പുല്ലും പൂവും ചിഹ്നത്തിൽ PV അൻവർ മത്സരിക്കില്ല. UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏതെങ്കിലും സ്വതന്ത്ര ചിഹ്നത്തിൽ മാത്രമായിരിക്കും PV അൻവർ മത്സരിക്കുക.